മച്ചി ഇതേത് സ്ഥലം? മച്ചി ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏത്? അമ്മച്ചി മിണ്ടൂല്ലേ? ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏത്? വഴി ഏത് അമ്മച്ചി? അയ്യാ രാസകുമാരിയുടെ സയനം കണ്ടേ. എണീക്കേ ദൈവമേ, ഏത് ഗതികെട്ടനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. കണ്ട കുരുത്തക്കട കാണിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? യോ തമ്പ്രാൻ ചേട്ടൻ എവിടെ? തമ്പ്രാൻ ചേട്ടാ പൊട്ടി നിന്നോടാ ചോദിച്ചോ തമ്പ്രാൻ ചേട്ടൻ എവിടെ നിന്ന്? എനിക്ക് അറിഞ്ഞൂടാ. നീയല്ലേ പറഞ്ഞ എല്ലാരും കയറിയെന്ന്? എനിക്ക് ഓർമ്മയില്ല. നീ എന്താ കള്ളു കുടിച്ചിരുന്നോ? ഓർമ്മയില്ല പോലും. ദൈവമേ, അങ്ങേറെ അവന്മാരെല്ലാം കൂടെ തല്ലിക്കൊന്നും. ദൈവത്തിലാണ് തമ്പ്രാൻ ചേട്ടൻ എന്തെങ്കിലും പറ്റിയത് നിന്നെ വലിച്ചു കയറി അടുപ്പത്ത് വയ്ക്കും ഞാൻ. അങ്ങനെ കയറാത്തിന് ഞാൻ എന്തോ ചെയ്യണം? നീ ഇങ്ങോട്ട് ഇറങ്ങി തലകുത്തിക്കടി. പിന്നെ എന്റെ തലയ്ക്ക് ഓളല്ലേ കാട്ടുവഴിയിൽ ഇറങ്ങി തലയും കുത്തി. അപ്പൊ നിനക്ക് അറിയാല്ലേ കാട്ടുവഴിയാണെന്ന്? ഇവിടെ എന്തിനാ വന്നത്? ഇവിടെ വന്നതാ. ഇരുട്ട് വഴി കൂടെ മരണപ്രാളം പിടിച്ച് ഓടിയപ്പം നിന്റെ അപ്പനാണല്ലോ ചൂട്ടും പിടിച്ച് ഫ്രണ്ട് ഓടിയത്. വഴി കാണിച്ചേരെ. കുറച്ചുകൂടെ അന്തസ്സായിട്ട് സംസാരിച്ചൂടെ? സൗകര്യല്ലടി ആട്ടക്കാരി, കഴിഞ്ഞാട്ടക്കാരി. കൂടുതൽ അഭ്യാസം എന്റെ അടുത്ത് കാണിച്ചാണ്ടില്ല. ഞാൻ നല്ല പുളിച്ച തെറി വിളിച്ചു പറയും. കഴിയുന്ന എന്റെ അടുത്ത് ചെയ്ത ദ്രോഹമൊന്നും പോരാഞ്ഞിട്ട് നീ അന്തസ് പഠിപ്പിക്കാനടി കോമരം. ഇയാളോട് സംസാരിച്ച ശരിയാവൂല. താ ഇനി എന്നോട് മിണ്ടണ്ട. അതാ നല്ലത്. നീ ഒരു പെണ്ണായതുകൊണ്ട് കാട്ടി ഇറക്കി വിടുന്നില്ല. അടുത്ത് എവിടെ റോഡ് കാണുന്ന അവിടെ ഇറക്കി വിടും. അതുവരെ മിണ്ടി നിന്റെ വായിക്കാത്ത പൂത്തുകരി തരും. നടക്കാളെ എന്റെ അമ്മയുടെ കാറ്റിനകത്ത് കേട്ടിരിക്കും. വല്ല കാര്യമുണ്ടോ കാറ്റിനകത്തൂടെ കയറി ഓടിയിട്ട്? കുറെ നാളായില്ലേ ചന്തയ്ക്ക് പോകുന്നത്, ഇതുവരെ വഴി അറിഞ്ഞൂടെ? ചുമ്മാ അല്ല നിന്നെ കാളയെന്ന് വിളിക്കുന്നത്. മൃഗങ്ങളായാലും ഇത്തിരിയൊക്കെ ബോധം വേണം. ചേട്ടാ, ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏതാണ്? അല്ല, മലയാളം. മലയാളം അറിയാമോ? മലയാളം നീ അത് കൊത്തത്തില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്കണം. കാളവണ്ടി ഞാൻ കാട്ടിക്കൂടെ വഴി തെറ്റി ഇവിടെ പുരിഞ്ച രക്ഷപ്പെട്ടു. ഇനി ശ്രദ്ധിച്ച് കേക്കണം. ശ്രദ്ധിച്ച്. ശ്രീഹള്ളി. ശ്രീഹള്ളി ഞങ്ങക്ക് പോണം അങ്ങോട്ട്. അങ്ങോട്ട് അവിടെ പോണം. പോണം. അതെ, അങ്ങള് പോളം. 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 ഓ അങ്ങള് പോളം. അത് തന്നെ. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. അങ്ങള് പോളം. എല്ലാത്തിന്റെയും കൂടെ ലാ ചേർത്ത് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഭാഷയായി. ശ്രീഹള്ളി പോളം വളി. വളി 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 വളി. വഴി വഴി വഴി. ശ്രീഹള്ളി പോണ വഴി ഏത്? അതേനും കൊച്ചില്ല കിറുക്കനങ്ങ് കാണുന്ന ഏതാണ്? ഇത് തെലുങ്കും കന്നഡയൊന്നും അല്ല. ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഏതോ കാടൻ ഭാഷയാണ്. അതാണ്. അത് ശരി. വഴി കുത്തിരിക്കാൻ പോവാൻ പറ്റി. ഈ ഉടുകി ഇവൻ ചൊതേ ബന്ധം കാണത്ത്. ഇങ്ങനത്തെ ഇത് ഒരു ചാള ചായ ചായ. ಅಲ್ಲಿ ಒಂದಾ? ಅಲ್ಲಿ ಒಂದಾ? ഇവളുടെ ചായയുടെ പൈസ വേറെ, ഞാൻ തരൂല. ഇടത്തൻ ഒരു ಶ್ರೀಹಳ್ಳಿ ಇಲ್ಲಿಂದ ಎಷ್ಟು ದೂರ ಆಗುದು? ಒಂದೂವರೆ ದಿವಸ ಆಗ್ತದೆ. ಓ ಹಂಗೇನು? ಒಂದೂವರೆ ದಿವಸ ಪ್ರಯಾಣ ಆಗ್ತದೆ. ಹೌದು. ಇವಕ್ಕೆ എങ്ങനെ അറിയാം? നീ കാട്ടുജാതിയാ? അതാണ് കൊരങ്ങിന്റെ സ്വഭാവം. എന്നോട് മിണ്ടണ്ട. മിണ്ടണ്ടെന്ന് പറഞ്ഞ
ഈ വൃത്തികെട്ടവന്മാര് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തിരിച്ച് നാട്ടിൽ ചെല്ലണമെങ്കിൽ നമുക്ക് വഴി ചോദിച്ചറിയണ്ടേ? അറിയാവുന്ന വഴി അങ്ങ് പോയാ മതി. എത്തുമ്പോ എത്തട്ടെ. എനിക്ക് ഇപ്പൊ തന്നെ അങ്ങ് എത്തണമെന്ന് വലിയ നിർബന്ധമൊന്നും. നിനക്ക് കാണൂല, നിന്നെ വീടും കൂടുമൊന്നുമില്ല, അയച്ചു വിട്ടിരിക്കല്ലേ. നമ്മൾ തമ്മിൽ മിണ്ടണ്ടെന്ന് പറഞ്ഞതല്ലേ. എന്നാ എന്റെ ചായയുടെ കാശ? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന്. പിന്നെ അയാൾ തന്നപ്പോ വാങ്ങിച്ച് വിഴുങ്ങി എന്തിന്? അയാൾ തന്നു, ഞാൻ കുടിച്ചു, അത്രേ ഉള്ളൂ. എന്നോട് വെറുതെ വഴക്കിടാൻ വരണ്ട. പിന്നെ നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ എന്തെങ്കിലും കടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക. കാർത്തുമ്പി പോയി വഴി ചോദിക്ക. ഞാൻ വേണേ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട. പിന്നെ വഴി ഞാൻ ചോദിക്കാം. ഓ, പക്ഷേ എനിക്കൊരു കാര്യം വേണം. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. നേക്ക് മുദ്ദു ഗവു. അതെന്തോന്നു? മുദ്ദു ഗവു. മുദ്ദു ഗവു. മുദ്ദു ഗവു. അയ്യേ, ഒരിക്കലും അതൊന്നായിരിക്കും. ചോദിച്ച വഴിയുണ്ട്, പക്ഷേ 2 നാള് കഴിഞ്ഞേ പോവാൻ പറ്റൂന്ന്. അതെന്താ? പുഴയില് മലവെള്ളം ഇറങ്ങിയിട്ട് കാട്ടുവഴി മൂടിക്കിടക്കുക അത്ര. പുഴ? ഇങ്ങോട്ട് ഒരു പുഴയും കടലൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ ഒരു വഴി അവർക്കാർക്കും അറിയില്ലാന്ന്. പുഴയിൽ വെള്ളം ഉണ്ടെന്ന് ഈ തോലന്മാർക്ക് എങ്ങനെ അറിയാം? തേനും കൊണ്ട് ചന്തയ്ക്ക് പോയ കാടന്മാര് മടങ്ങി എത്തിയിട്ടില്ല, അക്കരെ കുടുങ്ങിയിരിക്കാന്ന്. അപ്പുറത്താ നമ്മുടെ നാട്. ഇത് മൈസൂരാ. മൈസൂരാ? ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു ഗതി കൊടുക്കരുത്. ഈ വഴി മാറി എവിടെയെങ്കിലും കിടക്കണമെന്ന് അവര് പറയണത്. സന്ധ്യ കഴിഞ്ഞാ ഈ വഴി കാട്ടാൻ ഇറങ്ങുന്നു. പക്ഷേ തീ കൂട്ടിയിട്ടിരിക്കണണ്ട അടുത്ത് വരില്ല അത്രേ. ഏയ്, എന്താ ആലോചിക്കണത്? നിന്റെ അമ്മൂമ്മയ്ക്ക് നല്ലൊരു നായരെ കിട്ടുമെന്ന് ആലോചിക്കായിരുന്നു. എന്നിട്ട് കിട്ടിയോ? ഭഗവാനെ, ആ വഴി പോയി കിടന്നാ മതിയായിരുന്നു. അയ്യോ, കാട്ടാനാ. ചവിട്ടിക്കൊന്ന് അതോടെ അങ്ങ് തീരുമല്ലോ. എന്റെ സമയം വെച്ച് നോക്കുമ്പോ ഒരാഴ്ച കിടന്നാ കൂടെ കാട്ടാന പോയിട്ട് ഒരു കുഴിയാന കൂടെ വരൂല. വിശന്നിട്ടാണെങ്കിൽ മനുഷ്യന് കണ്ണും കണ്ടുകൂടാ. കാലത്ത് കവലേന്ന് വല്ലതും വാങ്ങിച്ചോണ്ട് വന്നാ ഞാൻ വെച്ചുണ്ടാക്കി തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്. നേക്ക് മുദ്ദുകവും. എന്താ മുദ്ദുകവും? ഇതേ വല്ലം പറയാണ്ടേ നേരെ ചൊവ്വേ പറയണം. കുറെ നേരമായിട്ട് ഞാൻ കേൾക്കുക. കളിയാക്ക നീ അവിടെ ഒരു മുദ്ദുകവും. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടാ. ആ, എവാളുതേ അക്കരയേലു. എവാളുതേ അക്കരയേലു. ചീലാക്കോട്. ആ ചീലാക്കോട്. എവാളുതേ അക്കരയേലു. അരി അതിനാണ് എവാളുതേ അക്കരയേലു. ഇങ്ങനൊരു ഭാഷ ഈ ഭൂലോകത്ത് ഇവിടെ മാത്രമേ കാണൂ. ഇവക്കിതെങ്ങനെ അറിയാം? മുദ്ദുകവും ഇത് വെച്ചോണ്ട് അവള് കുറച്ചായിട്ട് കളിക്കുന്നുണ്ട്. ഇവനോട് ചോദിക്കാം. 3 മുദ്ദുകവും. അമ്മച്ചി ചോദിച്ചാലോ? ಮುದ್ದಗವು ಏನೋ ಏನೋ ಎಂದೆ ಏನ್ ಕೇಳ್ದೆ ನಾನು ಕೊಂದಾಕ್ಬಿಟ್ಟೆ ನೋಡು ಮಗನೇ ನಮ್ಮೂರಿಗೆ ಬಂದು ನನ್ನ ಹತ್ರನೇ ಮಾತಾಡ್ತಾ ಇದೀಯಾ ಈ ಕಡೆ ಬಂದ್ ನೋಡು ಏನ್ ಮಾಡ್ತೀನಿ ಮುದ್ದುಗವು 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 ಮುದ್ದುಗವು
ಗೌರಿ ಸ್ವಲ್ಪ ನೀರ್ ತಗೊಂಬ. ಒಂದೇ ಒಂದು ಮುದ್ದು ಗವು, ಮುದ್ದು ಗವು ಪರವಾಗಿಲ್ಲ. ಬೇಡ ಬಿಡಿರಿ, ಮುದ್ದು ಗವು. ನನಗೆ ನಾಚಿಕೆ അലിയ അഴിച്ചുവിടുക, അഴിച്ചുവിട്. വിടൂല്ലേ? അയ്യോ, എന്തു പറ്റി? ಹೊಸ ಮದುವೆ ಆಗಿದ ಗಂಡ ಹೆಂಡತಿ ಮೊದಲನೇ ರಾತ್ರಿ ಕೋಳಿಗಳಿದ್ದಾರೆ, ಬಗ್ಗೆ ನೋಡ್ಲಿಕ್ಕತ್ತಾರ. ಕೆಲವು ದಿವಸಗಳಿಂದ ಇಲ್ಲಿ ಕಳ್ತನ ನಡೀತಾ ಇದೆ. ಅದು ಸಂಬಂಧಪಟ್ಟ ಆಳಾಗಿರ್ಬೇಕು ಇವನು. ಪೊಲೀಸರು ಹಿಡಿದುಕೊಡ್ಬೇಕು. ಅವರೊಂದು ತಪ್ಪು ಮಾಡಿಯೇನೆ, ಕ್ಷಮಿಸಬೇಕು. ಇವನ್ ತುಂಬಾ ಕೆಟ್ಟವನು. ನಮ್ಮ ವಯಸ್ಸೇನು, ನನ್ನ ಹತ್ರನೇ ಬಂದು ಬೇಡಿದ ಮಾತೆಲ್ಲ ಮಾತಾಡಿದಾನೆ. ನನ್ನ ಅಂಗಡಿಗೆ ಬಂದ್ ಕೂಡ ಬೇಡದ ಮಾತೆಲ್ಲ ಮಾತಾಡಿದಾನೆ ಇವನು. നാണമില്ലേ മനുഷ്യ, എന്ത് വൃത്തിയായി കാണിച്ചത്? അത് അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്, അല്ലാതെ അയ്യേ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്. ഭാര്യയും ഭർത്താവും കിടക്കുന്ന മുറിയിൽ ഒളിഞ്ഞു നോക്കിയിട്ടില്ലടോ തന്നെ ഇവിടെ പിടിച്ചു കിട്ടിയത്. ആ സ്ത്രീയെ കടക്കാരനെ താൻ അവമാനിച്ചില്ലേ? ഇവിടെ കുറെ നാളായി നടക്കുന്ന മോഷണം മുഴുവൻ താനാ ചെയ്യുന്നെന്നാ അവര് പറയുന്നേ. തന്നെ പോലീസിനെ വിളിക്കാൻ ടൗണിലേക്ക് ആള് പോയിട്ടുണ്ട്. മല്ലിക്കെട്ടുന്നൊരു പോലീസുകാരനെ പറ്റി താൻ കേട്ടിട്ടുണ്ടോ? തല്ലി കൊന്നാ പോലും അയാളോട് ആരും ഒന്നും ചോദിക്കില്ല. അല്ലറ ചില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും. ನನ್ನ ಗಂಡನೆ ಕಾಪಾಡ್ರಿ, ಸದ್ಯ ಈ ಜಾಗ ಬಿಟ್ಟು ಹೊರಡೆ ಬಿಡ್ತೀನಿ. ನನ್ನ ಬೊಟ್ಟಿನ ಉಳಿಸಿಕೊಡ್ರನ ತಾಯಿ. ಎಲೆ ಕೊಸರ, ಏನಮ್ಮ? ಪಾಪ ಇವಳ ಗಂಡನ ಹೆಸರ್ತಿ, ಕ್ಷಮಿಸ್ಬಿಡ್ರಿ. ಇಲ್ಲಿಂದ ಹೋಗಿ ಬಿಡ್ತಾರೆ. ലങ്ങേര് വരണ്. മത്തൊമ്മ ഈ ജംഗളാക ബർബാർ. ഉഷാർ ಹೋಗು. ഇയാൾ ഇതെന്തോന്ന് പറയണ? തന്റെ ഭാര്യ കരഞ്ഞു പിടിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ വിടുക. ആര്? ഉടനെ സ്ഥലം വിട്ടോണം. മേലിൽ ഈ കാട്ടിൽ കണ്ടുപോരുന്നാ പറയുന്നത്. തടി ചീത്തയാണ്ടെങ്കിലേ ഒന്ന് തൊഴുത് മാപ്പ് പറഞ്ഞേക്കും. കൈ രണ്ടും കൂടെ കെട്ടി വെച്ചിട്ട് ഞാനിങ്ങനെ തൊഴും. ഈ മാപ്പെന്ന് പറയുന്ന ഇവരുടെ ഭാഷ ചീത്ത വല്ലതും ആണെങ്കിൽ അതിനുള്ള ശിക്ഷ വേറെ അനുഭവിക്കണം. ലേലു അല്ലൂന്ന് പറഞ്ഞാ മതി. എന്തോന്ന്? ലേലു അല്ലൂന്ന്. ലേലു അല്ലു ലേലു അല്ലു ലേലു അല്ലു അഴിച്ചുവിട്. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ നടന്നിട്ട് മാനവും കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത് മുജ്ജന്മ സുഹൃതം. വല്ലവരുടെയും കിടപ്പുമുറിയിൽ ഒളിഞ്ഞു നോക്ക്. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യൂ. പുറത്തു മാന്യ ഉള്ളി തനി ആഭാസൻ. ഓ, എങ്ങനെയാ എന്റെ ദേവിയെ മനുഷ്യന്മാരുടെ ഉള്ളറിയാ? മതി, നിർത്തതി. ഉള്ളറാണെങ്കിൽ ഇന്ന് എന്റെ വാക്കകത്തോട്ട് ഇറങ്ങി നോക്ക്. അധികം ഞെളിയല്ലേ, ഒളിഞ്ഞു പോവും. എന്തൊക്കെ പൊഴിഞ്ഞ് കെട്ടുന്നുണ്ട്.
കളിയാക്കല്ലേ എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. പിന്നെയും കളിയാക്കി ഒരു മുദ്ദുകവും. അതെന്താന്ന് കണ്ടുപിടിക്കാൻ പോയിട്ടാ വേണ്ടാത്ത കുരുക്കിലൊക്കെ ഞാൻ പോയി ചാടിയത്. ഒരു വല്യമ്മയുടെ തല്ല് കിട്ടി, കാടന്മാരൊക്കെ എന്നെ പിടിച്ചു കെട്ടി, മാനവും പോയി. അപ്പൊ പിന്നെ അതും പറഞ്ഞ് കളിയാക്കി. അർത്ഥം പറഞ്ഞു കഴിഞ്ഞപ്പോഴാ അതുവരെ ഒതുക്കി വെച്ചിരുന്ന ദേഷ്യവും സങ്കടവും നാണക്കേടും ഒക്കെ പുറത്തു വന്നത്. മനഃപൂർവ്വം അല്ല, ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. എങ്ങനെയാ ക്ഷമ ചോദിക്കണമെന്ന് അറിയാമായിരുന്നെങ്കിൽ. വേണ്ട, തെറ്റ് എന്റെയും കൂടെയാ. പുഴയിൽ വെള്ളം കയറിയെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞതാ. ദേഷ്യം വന്നപ്പോഴ് വെറുതെ 2 ദിവസം മാണിക്കനിട്ട് കുരങ്ങളിപ്പിക്കാൻ തോന്നി. ഇങ്ങനെയൊക്കെ ആവുന്ന് ഞാനും കരുതിയില്ല. ഞാൻ കാർത്തുമ്പി വീട്ടിൽ ചെല്ലുമ്പോ ഇല്ല, നേരത്തെ മാണിക്കൻ തന്നെ പറഞ്ഞില്ലേ എനിക്ക് വീടും കൂടെ ഒന്നുമില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഒരു മൂത്ത പെങ്ങളാ. നേരത്തെ കാടന്മാര് പറഞ്ഞില്ലേ ഒരു മല്ലിക്കെട്ടിനെ പറ്റി? അതാ എന്റെ പെങ്ങളുടെ ഭർത്താവ്. മൈസൂർ പോലീസിലാ. അവിടുത്തെ ഏറ്റവും വലിയ റൗഡിയും പോലീസും ഒക്കെ മല്ലിക്കെട്ടാ. അയാളുടെ നിഴല് കണ്ടാ മതി, നാട്ടുകാര് വിറയ്ക്കും. എന്റെ പെങ്ങളെ ഞാൻ നോക്കി നിൽക്കെ ഞെക്കി കൊന്നതാ. എന്നിട്ട് വീടിന്റെ ഉത്തരത്തിന്മേ കെട്ടി തൂങ്ങി ചത്തുന്ന് കേസും എഴുതി. ആരാ ചോദിക്കാൻ? എന്നെ കെട്ടാൻ വേണ്ടിയാ പെങ്ങളെ കൊന്നതെന്നാ എല്ലാവരും പറയുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ ഈ നാടകം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്റെ കൂടെ ഉണ്ടായിരുന്നത് അമ്മാവനൊന്നുമല്ല, മല്ലിക്കെട്ടിന്റെ ഒരു അകന്ന ബന്ധുവാ. എനിക്ക് മാണിക്കനോട് വിരോധമൊന്നുമില്ല. സത്യം പറഞ്ഞാല് നമ്മൾ തമ്മിലുണ്ടായ പിണക്കമൊക്കെ എനിക്കൊരു ഹരമായിരുന്നു. എന്റെ ഓർമ്മയില് ഞാൻ ഇത്രയും രസിച്ച നാളുകള് എന്റെ കുട്ടിക്കാലത്ത് പോലും ഉണ്ടായിട്ടേ ഇല്ല, ഇനി ഉണ്ടാവുകയില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ മാണിക്കനോട്, നന്ദി. വഴക്കിട്ടതിന്, രക്ഷിച്ചതിന്, ചായ വാങ്ങി തന്നതിന്, കരയിപ്പിച്ചതിന് ഒക്കെ നന്ദി. പാടത്തിനക്കരെ വീട്. പാടത്തിനക്കരെ വീട്. ഒരു കാര്യം ചോദിക്കണം. എന്താ? മാണിക്കൻ എന്താ ചോദിക്കാൻ? എന്തോ ചോദിക്കണമെന്ന് വെച്ചു, മറന്നു. ഞാനും എന്തോ ചോദിക്കണമെന്ന് വെച്ചു. വേണ്ട, വരട്ടെ. ഒന്ന് വിളിക്കായിരുന്നില്ലേ എന്നെ കൂടെ? ആരുമില്ലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞതല്ലേ? ബാല്യക്കാരിയായിട്ടെങ്കിലും നിൽക്കായിരുന്നല്ലോ. അല്ലെങ്കിലും എന്നെ എന്തിനാ വിളിക്കുന്നെ? ഞാനാരാ? മണ്ടി, മരമണ്ടി. എല്ലാം എന്റെ കുഴപ്പം തന്നെ. വെറുതെ ഓരോന്ന് മോഹിക്കാം. പെട്ടെന്ന് ഓർത്തു എന്താ ചോദിക്കേണ്ടതെന്ന്. വേഗം ചോദിച്ചോളൂ, ഇനി മറക്കുന്നതിന് മുമ്പ്. പോരുന്നോ എന്റെ കൂടെ? കറുത്ത പെണ്ണേ
നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേൻ